അപ്പോളേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ മൂച്ചിൻ്റെ വീഡിയോ ആയിട്ട്. ഇതിപ്പോൾ 141 പ്രാവശ്യമായാലും ഇപ്പോൾ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ. നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയൊരു കാര്യം നമുക്ക് കാണിക്കാൻ ഭയങ്കര താല്പര്യമാണല്ലോ അല്ലേ. ഇപ്പം എന്തായാലും ഞാനിതുപോലെ പൊളിഞ്ഞാണ് നിങ്ങൾക്ക് കണ്ട് നല്ല പോലെ ചിരിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്കിതിപ്പോൾ വലിഞ്ഞ് കയറിയാൽ നമുക്ക് സ്പ്രേ അടിക്കാനുള്ളതാണ്. അപ്പോൾ താഴത്തുനിന്ന് അടിച്ചു കൊടുത്താൽ ഈ പൂക്കളിലെല്ലാം ആകും പേടിച്ചിട്ടാണ് ഇതിപ്പോൾ വലിഞ്ഞ് കയറുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ വേഗം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വലിഞ്ഞ് കയറി എത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ പൂത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. പക്ഷേ ഇത് പൂത്ത സന്തോഷത്തിൽ എനിക്ക് വീണ്ടും വീണ്ടും കാണിക്കാൻ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ചെയ്തൊരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൂത്ത മാവുണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തള്ളിയും മക്കളും 4-5 പേരുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല പോലെ കിട്ടണമെന്ന് മാങ്ങാന്ന്. അപ്പോൾ ഈ ഉറുമ്പിനെ ഓടിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു സ്പൂൺ സോഡാപ്പൊടി, പിന്നെ നമ്മുടെ പാത്രം കഴുകണ ഏതെങ്കിലും ഒരു പാത്രം കഴുകണ ലിക്വിഡും, പിന്നെ ഇതാ നമ്മുടെ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങ് സ്പ്രേ ചെയ്തെടുത്താൽ എല്ലാ പാറ്റകളും വെള്ളീച്ച് ഉറുമ്പൊക്കെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. എല്ലാ ചെറിയ കൊമ്പിൽ വരെ ആൾ പൂത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം പൂത്തിട്ടില്ലെങ്കിൽ ഈ തള്ള എന്നെ ശരിയാക്കുമെന്ന് മൂച്ചിക്ക് എന്തായാലും മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോതിരവളയും ചെയ്താൽ ഇതുപോലെ പൂക്കുന്നില്ല കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമൊന്നും ഇല്ല കേട്ടോ. നല്ല പോലെ ചെറിയൊരു കൊമ്പുണ്ടെങ്കിൽ അതിൽ വരെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പും പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ